കൂട്ടുകാരൻ നമ്മുടെ ഗീതാ ഗോവിന്ദം ഇന്നത്തെ പ്രൊമോ മൊത്തത്തിൽ ഭീഷണിയായിട്ടോ നമ്മുടെ കിഷോർ അവർണികയെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് നമ്മുടെ അനാർക്കലി നമ്മുടെ ഗീതുവിനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഭീഷണിയോട് ഭീഷണി. അതേ പ്രേക്ഷകരെ നമ്മുടെ കിഷോർ പറയുന്നുണ്ട്, എന്താ പറയുക, നിനക്ക് വേണ്ടുന്ന ആ ഒരു വീഡിയോസ് എല്ലാം ഞാൻ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി എന്താ പറയുക ഒരിക്കലും കിട്ടാത്ത രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അവർണികയോട് പറയുന്നുണ്ട്. അപ്പം അവർണിക രണ്ടും കൽപ്പിച്ച് തോക്കായിട്ടായിട്ടോ നിന്നിരിക്കുന്നത്. നമ്മുടെ അവർണിക ബാക്കിൽ ഇങ്ങനെ തോക്ക് പിടിച്ചിരിക്കുന്നത് ഈ സീൻ നമുക്ക് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി സഹികെട്ട് നമ്മുടെ കിഷോറിനെ തന്നെ ഇല്ലാതാക്കാനും ഇനി അവർണിക മടിക്കത്തില്ല. എന്ന് വെച്ചാൽ ക്ഷമയുടെ അങ്ങേയറ്റത്തെത്തി നമ്മുടെ അവർണിക. എന്തായാലും നമ്മുടെ ഇനി കിഷോറിനെ പോലത്തെ ഒരാൾ വേണമെന്നില്ല താനും, അല്ലേ പ്രേക്ഷകരെ? ആ ഒരു സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ടാതെ ആ ഒരു പൈസയുടെ പുറകെ മോഹിച്ച് നടക്കുന്ന ഒരു അപ്പൻ, അത് എന്തിനാ നമ്മുടെ അവർണിക ഇനി അതിലൊരു എന്ത് തീരുമാനം എടുക്കുന്നു നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പുറത്ത് നമ്മുടെ എന്താ പറയുക ആ ഒരു പോലീസുകാരത്തി വിളിച്ചിട്ട് പോലീസുകാരെ നമ്മുടെ വിജയലക്ഷ്മി വിളിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മുടെ അനാർക്കലി നമ്മുടെ ഗോവിന്ദായിട്ട് സംസാരിച്ചോ എന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഗോവിന്ദായിട്ട് സംസാരിച്ചില്ല, ഗോവിന്ദിനെ കിട്ടിയിരുന്നില്ല, ഗോവിന്ദിൻ്റെ ഭാര്യയായിട്ടാണ് സംസാരിച്ചതെന്ന് നമ്മുടെ ആ ഒരു പോലീസുകാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ വിജയലക്ഷ്മിയോട്. അപ്പോൾ തന്നെ നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു രംഗോട്ട കാണുവാൻ സാധിക്കുന്നത്. എന്തിനായിരിക്കും ഗോവിന്ദിനെ വിളിക്കുന്നത്? എന്ത് പറയാനാകും? ഇനി ഒരു രാധികാമ്മയുടെ ചതിനെ പറ്റി പറയാനാകുമോ? ഇവർക്ക് നല്ലതിന് വേണ്ടിയാകുമോ, അല്ലെങ്കിൽ ദോഷത്തിന് വേണ്ടിയാകുമോ, അല്ലെങ്കിൽ നമ്മുടെ ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെയും ആ ഒരു ജീവന് തന്നെ ഭീഷണിയാണോ നമ്മുടെ അനാർക്കലി? കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ എങ്ങനെയൊക്കെയായി തീരുമെന്ന കഥ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.